വേദികരിക്കുന്ന അധ്യക്ഷൻ ട്രസ്റ്റ് ചെയർമാനുമായ ശ്രീ കുമാർ, മറ്റ് ട്രസ്റ്റ് അംഗങ്ങളായ ശ്രീ ഡോക്ടർ വിനയകുമാർ, ശ്രീമതി രമാഭായി എം, ശ്രീ പ്രദീപ് കുമാർ സാർ, ശ്രീ വേണുഗോപാൽ ടി കെ, ശ്രീ ശ്രീ സോമൻ, വേദികളുടെ മറ്റ് പ്രമുഖരെ, പ്രിയമുള്ള സദസ്യരെ, നാട്ടുകാരെ, ഒരു 4 മാസത്തിൽ കൂടുതലായിട്ട് ഈ ക്ഷേത്രത്തിൽ വെള്ളര തൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഒരു ചടങ്ങിനായിട്ട് തന്നെ ശ്രീ കുമാർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഞാനപ്പോൾ ചോദിച്ചു, 4 മാസം ഒരുപാട് സമയമുണ്ടല്ലോ, ഇത്രയും മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പോൾ എനിക്കതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, പ്രധാനമായിട്ട് തോന്നിയത് ക്ഷേത്രമായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ശിവക്ഷേത്രം. അപ്പോൾ മഹാദേവനോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ സൂക്ഷിച്ച് വളരെ ആലോചിച്ച് ശ്രദ്ധിച്ചുമൊക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ വഴിപാടുകൾ നേരുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എനിക്കതായിരുന്നു ഏറ്റവും ഒരു ടെൻഷൻ. പക്ഷെ അതെന്തായാലും ദൈവനിയോഗം പോലെ ഇവിടെ വന്ന് കൃത്യസമയത്ത് ദിവസം ഓർക്കാനും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമാണ്. അതൊരു വിജയമായിട്ട് ഞാൻ കരുതുകയാണ്. അത് നിമിത്തമാണ്. 2000 വർഷത്തോളം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം വിശദമായിട്ടും നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ചുറ്റുപാടുള്ളവരൊക്കെ ഒക്കെ ഐശ്വര്യത്തിന് വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. എല്ലാ ശിവക്ഷേത്രത്തിലും ഓരോ ശിവക്ഷേത്രങ്ങളിലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ. ഇവിടെ സംബന്ധിച്ച് കണ്ടാകുന്നത് പാർവതി ദേവിയായിട്ടുള്ള ഉപവിഷ്ടരായ ശ്രീ മഹാദേവൻ. അപ്പോൾ അതിന് പ്രത്യേക ഐശ്വര്യം തീർച്ചയായിട്ടുമുണ്ട്. ശിവൻ മാത്രമുള്ള ക്ഷേത്രങ്ങളിൽ ഒറ്റയ്ക്ക് ഉള്ള പ്രതിഷ്ഠയിൽ രൗദ്രഭാവമാണെന്നൊരു സങ്കല്പം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ കാര്യങ്ങൾ തെറ്റാതെ പൂജാതി കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ തെറ്റാതെ ചെയ്യുന്നത് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് അതൊരു ഐശ്വര്യമാണ്. 2 പേരും ഒരുമിച്ചുള്ള ക്ഷേത്രം. അങ്ങനെ കേരളത്തിൽ അത് കുറേ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു സങ്കല്പമില്ല. അത് തന്നെ ഒരു ഐശ്വര്യം നമ്മളെ ചുറ്റുപാടുള്ള നാട്ടുകാർക്കും ഇവിടെ പങ്കെടുക്കുന്ന അദ്ദേഹത്തെ തന്ത്രികൾക്കുമൊക്കെ ആ ഒരു മഹത്വമുണ്ടെന്ന് തന്നെ പറയാം. അത് ഓരോ വർഷവും തെറ്റുകൂടാതെ ഒട്ടും വ്യത്യാസമില്ലാതെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാം വളരെ കൃത്യമായിട്ട് നടത്താനുള്ള മനസ്സുള്ള ഈ ട്രസ്റ്റ് ഭാരവാഹികളെ തന്നെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. അതിൻ്റേതായ ഐശ്വര്യം അവർക്ക് നിശ്ചയമായിട്ടുമുണ്ട്. വളരെ താല്പര്യത്തോടുകൂടി ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എനിക്ക് എത്ര പേർക്കുണ്ടെന്ന് എൻ്റെ സംശയമാണ്. കാരണം ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കളിതമാശയായിട്ടോ ഒരു താല്പര്യമില്ലാതെയോ ചില ആൾക്കാരെ കുറച്ച് തുച്ഛമായിട്ടോ ഒക്കെ ചിന്തിക്കുന്ന നമ്മളെ കുറച്ച് പുതിയ തലമുറകൾ അവരോടും അറിയാൻ വേണ്ടി കാര്യമാണ്. അവരെ ഈ ഭക്തിയിലേക്ക്, ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പേരൻസിൻ്റെ, മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയൊക്കെ ചുമതല തന്നെയാണ്. ദൃശ്യമായിട്ട് ചെയ്യണം. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ച് പോകുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും. നമ്മുടെ ദിവസമുള്ള ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പം ഇതൊക്കെ ദൈവവിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം മോശമായ പ്രവൃത്തികളും നമ്മളൊരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമില്ല. അതിൻ്റെ എല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് അറിവില്ലായ്മ, അജ്ഞാനമാണ്, അഹങ്കാരമുണ്ട്, പരിഹാസമുണ്ട്, പുച്ഛമുണ്ട്, ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയിൽ കൂടി വരുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിശ്ചയമായിട്ടും ഇത് പഠിക്കാൻ, പുരാണങ്ങളെക്കുറിച്ച് പഠിക്കാനും
നമുക്ക് എത്രയോ പുരാണങ്ങളുണ്ട്. അതേക്കുറിച്ച് എത്ര പേരുന്നത് അറിയാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്നുണ്ടോ എന്നൊന്നും ആലോചിക്കണം. അത് മുതിർന്നവരാണോ ചെയ്യുന്നത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലുള്ള നമ്മളെ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളൊക്കെ നിർബന്ധപൂർവം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നാടിന് തന്നെ ഒരു നന്മയുണ്ടാകും. ചെറുപ്പക്കാരാണല്ലോ ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും അവരുടെ ബുദ്ധിയുള്ളതും അവരുടെ ചിന്താഗതികളൊക്കെ എങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്ക് ആ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ഒരു വിശ്വാസം ചെയ്തു കൊടുക്കണം എന്നുള്ളത്, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ അത് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സമയപരിധികളുണ്ട്, കലാപരിപാടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ എനിക്ക് എത്താൻ സാധിച്ചത്, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷമുണ്ട്. ധാരാളം ഇനിയും ഈ ക്ഷേത്രത്തിൽ നല്ല നല്ല ധാരാളം കാര്യങ്ങൾ, ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങൾ, പ്രയോജനമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അത് അനുഭവിക്കാമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ക്ഷേത്രത്തിലെ വെണ്ടല തൈക്കാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹം, ഐശ്വര്യം നാട്ടുകാർക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള വാർഷികമായ ചടങ്ങുകളും ഉത്സവങ്ങളൊക്കെ ഇതുപോലെ ഇതിൽ കൂടുതൽ ഗംഭീരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ നടക്കട്ടെ. അതിന് പ്രധാനമായിട്ട് ഈ ഭാരവാഹികളെ തീർച്ചയായിട്ടും അവരുടെ ഒരു ഉത്തരവാദിത്വവും നേതൃത്വവും ഒക്കെ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. ചെയർമാൻ്റെയും മറ്റു മെമ്പേഴ്സിൻ്റെ എല്ലാം അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ, ഒരു ക്ഷേത്രം ഒരു നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ നാട് ഉണ്ടാവുന്നതാണ്. അവിടുത്തെ പൂജാതി കർമ്മങ്ങളും വിശ്വാസവും നാട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ആ നാട് രക്ഷപ്പെടും, നാടിന് ഐശ്വര്യം, അഭിവൃദ്ധി വർദ്ധിക്കും എന്നാണ് ഒരു സങ്കല്പവും വിശ്വാസങ്ങളൊക്കെ. നമുക്ക് ഓരോ പുരാണ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് ഇത് ഇറങ്ങിത്തിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഇതിലെ ഭാരവാഹികൾ, അവരെ വളരെ വളരെ അഭിനന്ദിക്കുകയാണ്. ഈ ഉത്തരവാദിത്തെയും ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി തന്നെ മറ്റ് പല പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ തിരക്കിൽ അവരൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പറയാം. അവരെല്ലാം പല പല കാര്യങ്ങളും മറ്റൊക്കെ ചെയ്യുന്നവരല്ലേ. അപ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. കൂടുതൽ ഞാൻ സംസാരിച്ച് തീർപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.